അപ്പൊ ഫാമിലിപരമായിട്ട് ഈ ഒരു ഫർണിച്ചർ ഇൻഡസ്ട്രി ഉണ്ട് ഇല്ലേ? കയ്യിലുണ്ട്. സത്യം പറഞ്ഞ ഇപ്പൊ ഡിമോസ് അറിയപ്പെടുന്നത് കൊല്ലക്കാരെന്ന നിലയിലാണ്. തുടങ്ങി ഒരു മാസം കഴിയുന്ന സമയത്താണ് ചന്ദനത്തോപ്പ് ഷോറൂം ബാനായത്, കത്തിപ്പോയി. അങ്ങനെ അവർക്കൊക്കെ ഒരു സ്പേസ് കൊല്ലം ജില്ലയിലുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള മത്സരങ്ങൾ നമ്മളെപ്പോഴും പ്രോത്സാഹിപ്പിക്കും. അവിടെ പോയിട്ട് ഞങ്ങൾ ട്രെയിനിങ് എടുത്തു. ഈ മരം എങ്ങനെ പ്രോസസ്സിങ് ചെയ്യാം, എങ്ങനെയാണ് ഏതൊക്കെ മരങ്ങൾ ട്രീറ്റ് ചെയ്ത് ഉപയോഗിക്കാം, മോയ്സ്ചർ എങ്ങനെ ഒഴിവാക്കാം, ഏതൊക്കെ മരം ട്രീറ്റ് ചെയ്യാൻ പറ്റും, എത്ര സമയം കൊണ്ട് ട്രീറ്റ് ചെയ്യണം, അതൊക്കെ അവിടുന്ന് ഒരു ട്രെയിനിങ് കിട്ടി ഞങ്ങൾക്ക്. കനിവെന്ന് പറഞ്ഞിട്ടുള്ള നമ്മളിടയ്ക്ക് പറഞ്ഞാണ്, കനിവെന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയ ഒരു സംരംഭം പ്രത്യാശ. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ വയനാടിൻ്റെ ആ ഒരു ഭാഗമായിട്ട് അത്രയൊരു വലിയ ഫർണിച്ചർ കൊടുത്തൊരു സംഗതി. പിന്നെ ചികിത്സാ സഹായങ്ങൾ അത് റെഗുലറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് അല്ലേ? സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രിയപ്പെട്ട ഒരാളെന്ന് തന്നെ പറയാം അല്ലേ? അതെ, നമ്മൾ ഫർണിച്ചർ വീഡിയോ ഞാൻ ആദ്യമായിട്ട് ചെയ്ത ആണ് ഡിമോസ്. അതെ, ഫർണിച്ചർ. എനിക്ക് പേഴ്സണലായിട്ട് പറഞ്ഞാൽ ഞാനൊരു കോമ്പാക്ട് SUV എടുക്കുന്നത് ആദ്യം ഈ മനുഷ്യന്റെ കയ്യിൽ നിന്ന്. ഞാൻ അറിഞ്ഞിട്ടില്ല, എടുത്തു വന്നപ്പോഴത്തേക്ക് എന്തായി, കറങ്ങി തിരിഞ്ഞ് വീണ്ടും നടത്തി. അല്ല, നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളിനെ വെച്ചിട്ട് ചെയ്യാന്നുള്ളതാണ് അല്ലേ? എപ്പോഴും ആ ഒരു ജെന്യൂനിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു വളർച്ച. അതെ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന യഥാർത്ഥത്തിൽ ഡിമോസ് ഫർണിച്ചർ അതിൻ്റെ മാനേജിങ് ഡയറക്ടർ ആയിട്ടുള്ള സക്കീർ ഹുസൈൻ എന്ന് പറഞ്ഞ സക്കീർക്ക, ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ എപ്പിസോഡാണല്ലേ? അതെ. സക്കീർക്ക, വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് ചാനൽ ആർക്കിഫൈഡ് ടോക്സ്. ഗെറ്റ് ആർക്കിഫൈഡ്. അതൊരു വല്ലാത്ത അൺഎക്സ്പെക്റ്റഡ് ആയി ഇയാളിതെന്തോ പറയുന്നത്. നിങ്ങൾ അന്നേരം അതിന് പിടിച്ച് സക്കീർക്ക, ഇതൊക്കെ ഇതിനകത്ത് എഡിറ്റിങ്ങിലൊന്നും ഇതൊക്കെ നമ്മുടെ ഇതിനകത്ത് കയറും കേട്ടോ. കാര്യം ഇതെന്നാന്ന് വെച്ചാൽ ഒരു ഫൺ മൂഡ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബിസിനസ് തുടങ്ങുമ്പോഴത്തേക്കും എൻ്റെ ഫാമിലിയിൽ ഒരാളും ബിസിനസ് ചെയ്തിട്ടില്ല. ഒരു പെട്ടിക്കട പോലും ഇട്ട് ശീലമില്ലാത്ത ആൾക്കാരാണ്. എൻ്റെ അച്ഛൻ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. നമ്മളൊക്കെ ഒരു ബിസിനസ്സിലോട്ട് വരുമ്പോഴത്തേക്കും ഇത് എങ്ങനെ തുടങ്ങണം എന്നൊക്കെയുള്ള ടെൻഷൻസൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ സമാനമായിട്ടുള്ള സാഹചര്യം ഇല്ലേ? അതെ, തീർച്ചയായും. എനിക്ക് എല്ലാവർക്കും അങ്ങനെ ഉണ്ടല്ലേ? എന്താണ് ഡിമോസ് ഫർണിച്ചർ? ഞങ്ങൾക്ക് അതിൻ്റെ യാത്ര അറിയണ്ട, നിങ്ങളുടെ തുടക്കമാണ് അറിയാം. അതെ, എന്താണ് നമ്മുടെ കൊല്ലത്തായിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്തത്? അല്ല, മലപ്പുറം ജില്ലയിലാണ്. എവിടെയായിരുന്നു? മലപ്പുറത്ത് കോട്ടക്കലടുത്തൊരു സ്ഥലത്താണ്, ചെറുകുളം പറഞ്ഞ ഒരു സ്ഥലത്താണ്. ചെറുകുളമ്പ് ഒരു ഗ്രാമത്തിലാണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. എത്ര വർഷം മുമ്പ്? അത് 28 വർഷം ഇപ്പം കഴിഞ്ഞു. ആദ്യം വിറ്റ പ്രോഡക്റ്റ് ഏതാ? ആദ്യം വിറ്റ പ്രൊഡക്റ്റ് ഒരു കട്ടിലാണ്. അല്ല, എനിക്കത് കട്ടിലൊക്കെ എപ്പോഴും മൂവ് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ് അല്ലേ? കട്ടില്, ഡൈനിങ് ടേബിൾ. നമ്മൾ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അന്ന് എനിക്കൊരു ലോക്കലായിട്ടൊരു പാർട്ട്ണർ ഉണ്ടായിരുന്നു അവിടെ. പുള്ളി ഒരു കാർപ്പൻ്ററായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ മേഖലയിലോട്ട് വന്നത്. പിന്നെ നമുക്കൊരു ഹിസ്റ്ററി എന്ന് പറയാനുള്ളത് എൻ്റെ ഒരു കൊച്ചാപ്പ, ടിപ്പ് ടോപ്പിൻ്റെ MD, അദ്ദേഹം എൻ്റെ കൊച്ചാപ്പയാണ്. അദ്ദേഹം നമ്മളൊരു പ്രചോദനമാണ് ടിപ്പ് ടോപ്പിൻ്റെ. ഫാമിലിപരമായിട്ട് ഈ ഒരു ഫർണിച്ചർ ഇൻഡസ്ട്രി ഉണ്ട് ഇല്ലേ? അതെ, കയ്യിലുണ്ട്. പുള്ളി ഇപ്പോഴും ഉണ്ട് മേഖലയിൽ. സെയ്തലവി ടിപ്പ് ടോപ്പ് ഫർണിച്ചർ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവർ ആപ്പിൾ കാർട്ട് അവരുടെ ഓൺ പ്രൊഡക്റ്റ് ഒക്കെ ആയിട്ട് അവർ മുന്നോട്ട് വരുന്നുണ്ടല്ലേ? അപ്പോൾ നമ്മൾ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളൊരു ചെറിയ ഷോപ്പ് അങ്ങാടിപ്പുറത്ത് ഒരു തളിക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടൊരു തളിയിലമ്പലം, അതിൻ്റെ അടുത്തൊരു ഷോറൂം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആ ഷോറൂം സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റത്തെ ദിവസം തന്നെ ഒരു കച്ചവടം നടന്നില്ല. അന്നത്തെ പബ്ലിസിറ്റിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. 28 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് എത്ര ഷോപ്പ് ഉണ്ടാവും അതിനടുത്തൊക്കെ ആയിട്ട്? ഷോപ്പുകളില്ല, അന്ന് വളരെ കുറഞ്ഞ ഷോപ്പുകളുണ്ട്. ഇത് എത്ര ഏരിയ? അതൊരു ചെറിയൊരു ഏകദേശം ഒരു 3500 സ്ക്വയർ ഫീറ്റ് ഷോപ്പ്. യെസ്. ആ തളിയിൽ എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ പറയാം, തളിയിലമ്പലം എന്ന് പറയുന്നത് നമ്മുടെ പെരിന്തൽമണ്ണയുടെ ഒരു ഹൃദയ ഭാഗവും കൂടിയാണ്. അതെ. പെരിന്തൽമണ്ണ ടൗണിൽ നിന്ന് ഏതാണ്ട് 3 കിലോമീറ്റർ അല്ലേ? അതെ, അങ്ങാടിപ്പുറം. യെസ്. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അവിടെ പിന്നെ ബിസിനസ്സൊക്കെ കാര്യമായിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് കച്ചവടമൊക്കെ ആയത്. പക്ഷെ അന്ന് നല്ല പ്രൊഡക്റ്റായിരുന്നു. നമ്മൾ അന്ന് തുടക്കം തന്നെ നല്ല പ്രൊഡക്റ്റാണ് നമ്മൾ കൊടുത്തു തുടങ്ങിയത്. അതുകൊണ്ട് നല്ലൊരു പേര് നമുക്ക് തുടക്കം തന്നെ നേടാൻ കഴിഞ്ഞു. ഈ പേരിൻ്റെ കാര്യം ചോദിക്കുന്ന സമയത്തൊക്കെ അടുത്തൊന്ന് ചോദിക്കട്ടെ, ഈ ഡിമോസ് എന്ന് പറയുന്നൊരു പേര് അത് എവിടെ നിന്നാണ് കിട്ടിയത്? അതെ, നമ്മൾ ഈ കൊല്ലത്ത് വന്ന സമയത്ത് അപ്പോൾ ഇവിടെ ഞങ്ങൾ അന്ന് അവിടെ മെഗാവുഡ് അതുപോലെ മലബാർ ഫർണിച്ചർ എന്നൊക്കെ പേരിട്ട് സെപ്പറേറ്റ് ആയിരുന്നു ചെറിയ ഷോറൂം തുടങ്ങി. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഒരു മലബാർ ഫർണിച്ചർ എവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പേര് മാറ്റിയപ്പോൾ പുതിയൊരു
ഒരു ബ്രാൻഡ് വിട്ട് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റിസർച്ച് നടത്തി. അങ്ങനെയാണ് ഡിമോസ് എന്ന ഒരു ഡിമോസ് ഫർണിച്ചർ റീബ്രാൻഡാണ്. അതൊരു ഗ്രീക്ക് ഇതാണ്. ഡിമോസ് എന്ന് പറയുന്നത് ഒരാ കൊടുക്കുക എന്നുള്ളതാണ്, ഗിഫ്റ്റ് ചെയ്യുക. അതാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം. അങ്ങനെയാണ് ഡിമോസ് ഉണ്ടാവുന്നല്ലേ? സത്യം പറഞ്ഞ ഇപ്പൊ ഡിമോസ് അറിയപ്പെടുന്നത് കൊല്ലക്കാരെന്ന നിലയിലാണ്. പക്ഷെ ശരിക്കേ പുള്ളി മലപ്പുറം ആണെന്ന് പല ആളുകൾക്കും അറിയില്ല. സംസാരിക്കുമ്പോ മനസ്സിലാവുള്ളൂ. അല്ല, അങ്ങനെ സക്കീർക്ക അങ്ങനെ വലുതായിട്ട് ആരും കാണുന്നില്ലല്ലോ. ഇപ്പൊ ഡിമോസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ 3 പേരുടെ ഷോപ്പ് എന്നൊക്കെ പറയുന്നത്. അതെ അതെ, ജീപ്പിയുടേത്. സക്കീർക്ക, ഇതിന്റെ ഒരു തുടക്കം ഉണ്ടല്ലോ, എപ്പോഴും ഒരു പ്രൊഡക്റ്റിലോട്ട് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിലോട്ട് വരുമ്പോഴത്തേക്കുള്ള ഒരു സ്ട്രഗിൾ ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ സാമ്പത്തികമായിട്ട് ഉള്ളവരായിരിക്കും ഇല്ലാത്തവരായിരിക്കാം, എന്തും ആയിക്കോട്ടെ. പക്ഷേ എങ്കിൽ ഇപ്പോൾ ഒരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ സക്സസ് ആക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല, ചെറിയൊരു ജേർണിയില്ല. ഞങ്ങൾക്ക് അതിൻ്റെ തുടക്കം അറിയാം. ഞാനൊരു 19 വയസ്സിലേ 19 വയസ്സിൽ ഞാൻ ഗൾഫിൽ പോയി. ശരി, ചെറിയ കുട്ടായിരിക്കുമ്പോൾ. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ചൊക്കെ പ്രയാസങ്ങളും കഷ്ടപ്പാടൊക്കെ കുടുംബത്തിനുണ്ടായപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ അധ്വാനിക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ സൗദിയിൽ പോയിട്ട് ഒരു 5-6 വർഷം നിന്നു. എന്നിട്ടാണ് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നത്. അങ്ങനെ ഒക്കെ കുറേയൊക്കെ നമ്മളെ ഫാമിലി ഇതൊക്കെ നന്നായിട്ട് സെറ്റപ്പ് ആക്കിയപ്പോൾ സഹോദരിമാരൊക്കെ ഉണ്ടായിരുന്നവരെ കല്യാണം അയച്ചു. അതുപോലെ തന്നെ ഫാദറിന് കുറച്ച് ബാധ്യതയൊക്കെ വന്നപ്പോൾ ആണ് ഞാൻ ഗൾഫിലേക്ക് പോകാൻ തീരുമാനിച്ചത്. പെട്ടെന്ന് പുള്ളി ബിസിനസ്സുകാരായിരുന്നു, ബാംഗ്ലൂർ ബേക്കറി കാര്യമൊക്കെ നടത്തിയായിരുന്നു. പക്ഷേ ഞാൻ അതിൻ്റെ കുടുംബത്തിൻ്റെ കടിഞ്ഞാൽ ഏറ്റെടുത്ത് എൻ്റെ അനിയനും ഉണ്ടായിരുന്നു. അങ്ങനെ അനിയൻ നാട്ടിൽ ആയിരുന്നു. പക്ഷേ എന്നാലും ഞങ്ങൾ രണ്ടുപേരും കുടുംബത്തിൻ്റെ കടിഞ്ഞാൽ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ഒരു പുറത്തേക്ക് പോയത്. തിരിച്ചു വന്നു, കല്യാണം കഴിച്ചു, പിന്നെ പോയില്ല. അങ്ങനെയാണ് ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ ഫർണിച്ചറിലേക്ക് വന്നത്. ഇത് എപ്പോഴെങ്കിലും ഈ ഒരു സാധനം തുടങ്ങണ്ടായിരുന്നു എന്ന് തോന്നിയൊരു സമയം ഉണ്ടായിരുന്നു. പല സമയത്തുണ്ടായിരുന്നു. ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. തുടക്കത്തിൽ വളരെ പ്രയാസപ്പെട്ടു. പക്ഷേ ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നല്ല സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ജനങ്ങളുടെ അടിയിൽ നിന്നും എല്ലാവരുടെ അടിയിൽ നിന്നും. അപ്പോൾ അതൊരു നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടിയിൽ നിന്നൊക്കെ നമ്മളെ സുഹൃത്തുക്കൾ ഒരു മലപ്പുറത്ത് കുറേ പേരുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയും എന്തായാലും നമ്മളൊരു ബിസിനസ്സിൽ എത്തിക്സ് കാണിച്ചുകൊണ്ട് എവിടെയും നമ്മൾ ഒരു പ്രയാസം വരും, വീണ്ടും നമ്മളതിന് തിരിച്ചു വരും. ഈ പെരിന്തൽമണ്ണയിൽ അല്ലേ ആദ്യം തുടങ്ങിയത്? അത് ഇപ്പോഴും ഉണ്ടോ? ഇല്ല. അത് നമ്മൾ കൊല്ലത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ നമ്മളത് റോഡിൻ്റെ ഇതിനൊക്കെ പിന്നെ വൈഡിങ് വന്നപ്പോൾ പിന്നെ ബ്ലോക്കായപ്പോൾ നമ്മളത് നിർത്തി, സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ നമുക്ക് ഇപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഫർണിച്ചർ യൂണിറ്റുകളെല്ലാം അവിടെ ഉണ്ട്. ഈ അവിടുത്തെ ആദ്യത്തെ പെരിന്തൽമണ്ണ ഷോപ്പ് കഴിഞ്ഞിട്ട് അടുത്ത ഷോപ്പ് ഏതായിരുന്നു? അടുത്തത് നമ്മൾ പിന്നെ ചെർപ്പളശ്ശേരി പറഞ്ഞ ഒരു അവിടെ ഒരു തൊട്ടടുത്തൊരു ഷോപ്പ് തുടങ്ങി. അതും ശ്രദ്ധിക്കാൻ പറ്റാതെ അവിടെ നമുക്ക് തിരിച്ച് വരേണ്ടി വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ അപ്പം ഈ പെരിന്തൽമണ്ണ ഷോപ്പ് തുറന്നുകൊണ്ടിരിക്കുന്നു. പെരിന്തൽമണ്ണ ടൗണിലും ഒരു ഷോപ്പ് ഇട്ടു. ആ സമയത്താണ് ഈ 2012 11 ലാസ്റ്റ് ആയപ്പോഴാണ് എനിക്ക് ഒരുപാട് ഈ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ നിന്നും അതുപോലെ തന്നെ എറണാകുളത്തു നിന്നൊക്കെ അന്ന് ഫ്ലാറ്റുകൾ എൻ്റെ ഒരു തരംഗം ഉണ്ടാകുന്ന സമയമാണ് 2011-10 ആ സമയത്ത് അവിടെ നിന്നൊക്കെ ഇഷ്ടംപോലെ ഓർഡർ വന്നപ്പോൾ നമുക്ക് തോന്നി കുറച്ചും കൂടി ഒന്ന് വൈഡായിട്ട് ചിന്തിക്കാമെന്ന്. അങ്ങനെയാണ് എൻ്റെ ഒരു സുഹൃത്ത് ആയ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അംസാക്ക എന്ന് പറയും, അദ്ദേഹത്തെയും കൂട്ടി ഞാൻ ഇങ്ങനെ ഈ പറയുന്ന കൊല്ലത്ത് എത്തിയതും അവിടെ ഒരു ഷോറൂം തുടങ്ങാൻ തീരുമാനിച്ചതും. അപ്പോൾ ഒരു പഴയാറ്റുംകുഴി പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് പള്ളിമുക്കിനടുത്ത് അങ്ങനെ ഒരു ബിൽഡിങ്, ചെറിയ ബിൽഡിങ്, അത്ര വലിയ ബിൽഡിംഗ് ഒന്നുമല്ല. അന്നത്തെ സമയത്ത് നമുക്കത് വലിയതായിരുന്നു. അതെടുത്തു, അവിടെ ഇതായി. അങ്ങനെ ഏപ്രിൽ മാസം ഞങ്ങളത് 2012 ഏപ്രിലിൽ നമ്മളത് വിഷു അനുസരിച്ച് ഞങ്ങളത് ഓപ്പൺ ചെയ്തു. നന്നായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ട് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു അതേ ബിൽഡിങ്ങിൻ്റെ ഓൾറെഡി ഒരു ബിൽഡിങ് നമ്മുടെ ഈ ചന്ദനത്തോപ്പിൽ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി അത് നിങ്ങളെ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ച് ഞങ്ങളെ കൂടി എടുപ്പിച്ചു. ഞങ്ങളത് പിന്നെ ഓപ്പൺ ചെയ്തു 2013. അതിന് ശേഷം നന്നായിട്ട് മാർക്കറ്റ് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ജനങ്ങളിൽ പെട്ടെന്ന് ഒരു സ്വാധീനം ചെലുത്താൻ ഡിമോസിനെ പറ്റി. തുടക്കത്തിൽ കൊല്ലത്ത് 4 ജീവനക്കാരെയും കൊണ്ട് തുടങ്ങിയതാണ്. ഇപ്പോഴും അവരിപ്പോഴും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ സമയത്താണ് ഇങ്ങനെ ഈ ഒരു ഷോറൂമിലോട്ട് നമ്മൾ ഈ ചന്ദനത്തോപ്പ് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ വന്നു. പക്ഷേ ഞാനൊരു ചന്ദനത്തോപ്പിൽ വന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് നിങ്ങളിവിടെ ഷോറൂം തുടങ്ങിയിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ കുറേ ലോക്കലായിട്ട്
ഫർണിച്ചർ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് ലോക്കൽ ഫർണിച്ചർ ചെയ്യുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് ഇവിടെ സാധ്യത കുറവാണ് പള്ളിമുക്കന്മാർക്കല്ല എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഈ ഇദ്ദേഹത്തിൻ്റെ നിർബന്ധ പകരം ഞങ്ങൾ ആ ഷോറൂം ഏറ്റെടുത്തു, അത് ഓപ്പൺ ചെയ്തു. പക്ഷേ ഞങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സെയിൽ ഞങ്ങൾ അവിടെ ചെയ്തു. ശരിക്കും അതാണോ ഈ കട ഒരു ടേണിംഗ് ഒരു പോയിന്റ്? അതിന് ഒരുപാട് ഇനിയും കുറച്ച് ടേണിംഗ് പോയിന്റുകളുണ്ട്. അല്ല, എനിക്കൊന്ന് ഇപ്പം ഡിവോഴ്സിന്റെ ഒരു എന്താണ് ഒരു കോർപ്പറേറ്റ് ഓഫീസ് എന്ന നിലയിലേക്ക് ആ ഒരു ഷോറൂം മാറിയില്ലേ? അതെ. അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ കൊണ്ടോട്ടിയിൽ, മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ ഒരു ഷോറൂം ഞങ്ങൾ തുടങ്ങുന്നത്. വലിയ ഒരു 30,000 സ്ക്വയർ ഫീറ്റിൽ ഷോറൂം ഞങ്ങൾ തുടങ്ങി. ഒരു മാസം കഴിയുന്ന സമയത്താണ് ചന്ദനത്തോപ്പ് ഷോറൂം ബാനായത്, കത്തിപ്പോയി. അങ്ങനെ ആ സമയത്ത് ഞാൻ മലപ്പുറത്തായിരുന്നു, ഞാൻ എൻ്റെ പാർട്ണറും ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കൊണ്ടോട്ടി ഷോറൂമിലായിരുന്നു. ആ ഷോറൂമിൽ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു സംഭവം ഞങ്ങൾ അറിയുന്നത്. ഒരു വൈകുന്നേരം 3 മണിക്കാണ്, ഒരു ഓണം ഫെസ്റ്റിൻ്റെ സമയത്ത് നമ്മളൊരു ഗിഫ്റ്റ് കാറൊക്കെ വെച്ചിരുന്നു. ഹുണ്ടായിയുടെ i20യുടെ പുതിയ മോഡൽ ഇറങ്ങിയ സമയത്ത് അതായിരുന്നു ഗിഫ്റ്റ് വെച്ചിരുന്നത്. അതല്ല, അതിൻ്റെ പാതി ഭാഗം കത്തിപ്പോയി, ഷോറൂം ഫുള്ള് ബാനായി, വലിയ നഷ്ടം നമുക്ക് വന്നു. ഇത് ഷോർട്ട് സർക്യൂട്ട് ആണോ? അത് 11 kV വന്നിട്ട് ഒരു തീ വന്നിട്ട് അങ്ങനെ ഒരു പിന്നെ ഒരു പന്തലിട്ടിരുന്ന പന്തലിലോട്ട് പടർന്നു. പിന്നെ ഈ ഫർണിച്ചർ എന്ന് പറയുന്നത് ഈ ഫോമൊക്കെ കത്തിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കാനും കഴിയില്ല. പിന്നെ ഫയർഫോഴ്സിന് ഉള്ള സംഭവം എന്ന് വെച്ചാൽ അടുത്ത വീടിലോട്ട് പടരാതിരിക്കുക എന്നതാണ് അവരടുത്ത അതിനുള്ള ഇത് ചെയ്യാൻ നോക്കുക. ഇതിനുള്ളതെല്ലാം നശിച്ചു. അത് വലിയൊരു പ്രതിസന്ധി. അത്രത്തോളം ലോസ് ഉണ്ടായിരുന്നു. അന്ന് ഏകദേശം ഒരു 2.5-3 കോടിയുടെ ലോസ് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഒരു ഷോറൂം തുടങ്ങിയ സമയത്താണ്, അത്രയും നമ്മുടെ അടുത്തൊരു ഫണ്ടിൽ എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത സമയത്താണ് നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു ഇത് വന്നത്. അപ്പോൾ പിന്നീട് എല്ലാവരും പറഞ്ഞു നമുക്ക് വേണ്ട, നമുക്ക് തുടങ്ങണ്ട വീണ്ടും. എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഇനി തുടങ്ങണ്ട, ഇനിയിപ്പോൾ ആ കടയിൽ തന്നെ നമുക്ക് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യണ്ട. അപ്പോൾ അതിൻ്റെ ബിൽഡിംഗ് ഓർഡറൊക്കെ പറഞ്ഞു, ഇനി ഈ ബിൽഡിംഗ് പണി നിങ്ങളെടുത്തോ, ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു രീതിയിലെത്തി. പക്ഷേ അതിലേറെ വലിയ വിഷമിച്ചത് ഇത് ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി കത്തിച്ച് വരെ പല ആൾക്കാരും പറഞ്ഞുകൊണ്ട് നമുക്കതിലൊരു ലോൺ ഉണ്ടായിരുന്നു. ആ ലോണിന് ആ ബാങ്ക് ചെയ്ത ഇൻഷുറൻസ് മാത്രമേ ഉള്ളൂ. ആ ഓടിക്ക് മാത്രം ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നിനും ഇൻഷുറൻസ് നമുക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഇങ്ങനെയല്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു ഓടിയുടെ കവറേജിന് മാത്രം ഇൻഷുറൻസ് നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ, ബിൽഡിങ്ങിന് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോകാൻ അവിടെ നിർത്തുകയാണെങ്കിൽ വീണ്ടും പയ്യാറ്റിൽ നിർത്തണം, അങ്ങനെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ നിന്ന് പോരണം. എല്ലാവരും പറഞ്ഞത്, കുടുംബത്തിൽ നിന്ന് പറഞ്ഞത് ഞാൻ അങ്ങോട്ട് പോകണ്ട എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ വെൻഡേഴ്സുകൾ എല്ലാവരും പറഞ്ഞു നമുക്ക് തുടങ്ങണം, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ഞങ്ങളത് വീണ്ടും റിനോവേഷൻ ചെയ്തു. അവിടെ തന്നെ ആ ബിൽഡിങ്ങിൽ തന്നെ തുടങ്ങി. എത്ര ടൈം എടുത്തായിരുന്നു? ഒരു 4-5 മാസം തീർത്തു. ഇപ്പോഴും അവിടെ തന്നെയാണോ നമ്മുടെ ഷോറൂം? അവിടെ തന്നെയാണ് ശരിക്കും. അത് ഇപ്പോഴും അത് കാണുമ്പോഴേ ഭയങ്കര വൈഡായിട്ട്, അവിടെ ഒരുപാട് ഫർണിച്ചർ ഷോപ്പുകളുണ്ട് ആ ഒരു ചന്ദനത്തോപ്പ് ഏരിയയിൽ. പക്ഷേ ഇപ്പോഴും അതൊരു വൈഡായിട്ടുള്ള ഒരു ഷോപ്പാണ് ഡിമോസ് എന്ന് പറയുന്നത് അല്ലേ? ആദ്യത്തെ നമ്മുടെ സെന്റർ കാണുന്ന ഷോപ്പ് മാത്രമല്ല, പിന്നീടാണ് നമ്മൾ അപ്പുറത്തുള്ള ബിൽഡിങ്ങുകൾ എടുത്തത്. അപ്പോൾ ആ സമയത്ത് വല്ലാത്തൊരു പ്രതിസന്ധിയായിരുന്നു. ഒരു മാനസികമായിട്ട് നമുക്ക് തന്നെ നിർത്തിപ്പോകണോ, ഇത് വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്ന ഒരു സമയത്ത് ഇത് തുടങ്ങിയത് തന്നെ അബദ്ധമായിരുന്നു എന്നുള്ളൊരു, നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സമയത്താണ് വീണ്ടും അത് റീഓപ്പൺ ചെയ്തു, നല്ല രീതിയിൽ ബിസിനസ് ചെയ്തു. അവിടെ നിന്നാണ് നമ്മളൊരു വളർച്ച. ടേണിംഗ് പോയിന്റ് കത്തിത്തെളിയെന്ന് പറയുന്ന ആ ഒരു ഇതിന്ന് അത് നമ്മുടെ കൊല്ലത്തുള്ള ജനങ്ങൾ നൽകിയ സപ്പോർട്ട്, ഇവിടുത്തെ എല്ലാവരും നമ്മളത് റീഓപ്പൺ ചെയ്യാൻ നമുക്കൊരു മാനസികമായിട്ടും അവരൊരു പ്രാർത്ഥനയിലും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ പണം കൊടുത്ത് മാത്രമല്ലല്ലോ, പല ആൾക്കാരെ പ്രാർത്ഥന മതിയല്ലോ നമുക്ക്. അതിൽ പറയുന്ന സമയത്ത് ഇപ്പം ഞങ്ങൾ തന്നെ അറ്റൻഡ് ചെയ്തൊരു പ്രോഗ്രാമാണ്. നേരത്തെ പറഞ്ഞു 28 വർഷമായി. ഇപ്പം നമ്മുടെ ചന്ദനത്തോപ്പിൽ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇപ്പോൾ 10 വർഷം. അപ്പോൾ അവിടെ ഒരു സ്റ്റാഫിന് വീട് വെച്ച് കൊടുക്കുക വലിയൊരു കാര്യമാണ്. അത് ശരിക്കും ഒരു നമ്മുടെ മനസ്സ് നിറഞ്ഞൊരു സംഭവമാണ്. പയറ്റുങ്കയിലുള്ള ഞാൻ അതിന്റെ വീഡിയോ സെപ്പറേറ്റ് എടുക്കുക ചെയ്യുന്ന ഭയങ്കര നല്ല രീതിയിലുള്ള വീടാണ് വെച്ചു കൊടുത്തത്. ഇക്ക വേറെ ഒന്നിലേക്ക് വന്നു കഴിഞ്ഞാലേ, ഇതിനകത്ത് നമ്മളിപ്പം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണല്ലോ. അപ്പം ഞാൻ ആദ്യമായിട്ടൊരു ഫർണിച്ചർ ഷോപ്പിൻ്റെ വീഡിയോ ചെയ്യുന്നത് ഡിമോസിൻ്റെയാണ്. അരുണും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അജയ് ഓൾറെഡി വേറെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആദ്യകാലങ്ങളിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത ഫർണിച്ചർ ഷോപ്പുകളിൽ ചുരുക്കം ചില ഷോപ്പുകളിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം തന്നെ പറയാം, എനിക്ക് തോന്നുന്നു നിങ്ങളല്ലേ, നമ്മളാണ് ഫസ്റ്റ് ഈ പറയുന്ന
കൊതിയൻസ് എന്ന ചാനൽ നമ്മൾ ഫസ്റ്റ് ഉപയോഗിച്ചത് ഏകദേശം 2019 അതുകൊണ്ടല്ലേ 19. അതെ, അതെ ഞാൻ അതല്ലേ പറഞ്ഞത്. ആദ്യ കാലങ്ങളിൽ അന്നൊന്നും ഈ പറഞ്ഞ കണക്ക് കൺസ്ട്രക്ഷൻ ബേസ് വീഡിയോ തന്നെ ഇല്ല. എനിക്ക് ചാനലേ ഇല്ല. 2019 നമ്മളത് ഫസ്റ്റ്. പിന്നെ അതിനുശേഷം അരുൺ എന്നെ വിളിച്ചു, നമ്മൾ പോയി ചെയ്തു. അപ്പോഴൊന്നും വേറെ ഫർണിച്ചർ ഷോപ്പ് വീഡിയോകളൊന്നും ഞങ്ങള് ഫാമിലി ആയിട്ടാണ് പോയി ചെയ്യുന്നത്. അന്ന് അതൊക്കെ അക്സെപ്റ്റബിൾ ആയിരുന്നു. അന്ന് നമ്മള് യാദൃശ്യമായിട്ട് കയറി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. തുടക്കം അതായിരുന്നു. നമ്മളെ അന്ന് ഈ ഫർണിച്ചർ ഷോപ്പിലൊന്നും എനിക്ക് തോന്നുന്നില്ല ഫർണിച്ചർ ഷോപ്പ് പോയിട്ട് വേറെ എവിടെയും സോഷ്യൽ മീഡിയ എത്ര അതിന്റെ ഐശ്വര്യമാണ് ഇപ്പോഴും കാണുന്നത്. അതിലേക്ക് വരുമ്പോഴേ ഞാൻ ചോദിക്കുന്നത്, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള വ്ളോഗേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്? ഒന്നുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. അതായത് നിങ്ങൾ രണ്ട് രീതിയിൽ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ട്. പത്രത്തിൽ ചെയ്തിട്ടുണ്ടാവാം, മാഗസിൻസിൽ ചെയ്തിട്ടുണ്ടാവാം, ഫ്ലെക്സ് ബോർഡുകൾ കവലകൾ തോറും വെച്ചിട്ടുണ്ടാവാം, മൗത്ത് പബ്ലിസിറ്റി ഉണ്ടാവാം. അതിനുശേഷം വന്ന ഇപ്പോഴത്തെ ഒരു ന്യൂ ട്രെൻഡ് എന്ന് പറയുന്നത് എന്നും എപ്പോഴും ഇൻഫ്ലുവൻസേഴ്സ് ആണ്. കുറച്ച് കാലത്തേക്ക് അങ്ങനെ അങ്ങ് പോകും. ഇതിൻ്റെ എല്ലാം ഞാൻ ആദ്യം പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ളത്, കൂടുതൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്, കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ടുള്ള ഏതാണെന്ന് തോന്നിയിട്ടുണ്ട്? അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. എന്താ? സോഷ്യൽ മീഡിയ തന്നെയാണ്. അപ്പോൾ അതിൽ ഒരുപാട് നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബ്രാൻഡിനെ ഒരുപാട് തലത്തിലോട്ട് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു മനോരമയിലൊരു അല്ലെങ്കിൽ വേറെ പത്രത്തിലൊരു പരസ്യം ചെയ്താൽ നമ്മൾ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ മാത്രം ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള ചിലവാണ്. അത് കൊല്ലം ഡിസ്ട്രിക്റ്റ് മാത്രമേ കവർ ചെയ്യുള്ളൂ. അപ്പം നിങ്ങളെപ്പോലത്തെ ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വൈഡ് മിഡിൽ ഈസ്റ്റിലോ എല്ലാ വൈഡ് ഓഡിയൻസിലോട്ട് എത്തും അത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് എത്ര ചെയ്താലും ആ കസ്റ്റമർക്ക് സാറ്റിസ്ഫാക്ഷൻ ചെയ്യുക എന്നുള്ളതാണ്. കസ്റ്റമറെ ഈ പറയുന്ന സത്യസന്ധമാണെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഇത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങളൊക്കെ കമൻസിലും നമുക്ക് ചെയ്ത എല്ലാ മറ്റാര് ചെയ്തൊക്കെ ചെയ്താലും ഒരു 90% നമുക്ക് കസ്റ്റമറെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവർ സന്തോഷിക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ പറയുന്നത് പ്രവർത്തിക്കുന്നത് പറയുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. അത് നമ്മുടെ സ്ഥാപനത്തിലും ഞാൻ അതാണ് നമ്മുടെ സ്റ്റാഫിനോട് പറഞ്ഞിരിക്കുന്നത്. അത് പിന്നെ ക്വാളിറ്റി അറിയാലോ, നമ്മൾ അതിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്നു നമുക്ക്. നമ്മൾ എവിടെ കോംപ്രമൈസ് ചെയ്ത് അവിടെയൊക്കെ നമ്മൾ താഴോട്ട് പോകും. അതുപോലെ നമ്മളിങ്ങനെ പറഞ്ഞു വന്നതിനകത്ത് ഇപ്പം നമ്മുടെ ചന്ദനത്തോപ്പ് ഷോറൂം ആണെങ്കിൽ പിന്നെ അടുത്ത ഷോറൂം എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ആ ഒരു ഹിസ്റ്ററി നമുക്കൊന്ന് കേൾക്കട്ടെ, എല്ലാവർക്കും ഒന്നും അറിയാം. അത് കൊല്ലം ഡിസ്ട്രിക്റ്റ് പറയാം നമുക്ക്. കൊല്ലം ഡിസ്ട്രിക്റ്റിൽ പിന്നെ അടുത്ത് കൊട്ടാരക്കരയാണ് നമ്മൾ ഷോറൂം സ്റ്റാർട്ട് ചെയ്തത്. ഭദ്രാസനത്തിൻ്റെ ബിൽഡിങ്ങിലാണ് നമ്മൾ ആ ഷോറൂം സ്റ്റാർട്ട് ചെയ്തത്. വലിയ രീതിയിലുള്ള ബിസിനസ്സാണ് ഞങ്ങൾ കൊട്ടാരക്കര കവർ ചെയ്തത്. ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അതിന് ശേഷമാണ് നമ്മൾ കരുനാഗപ്പള്ളിയിൽ എത്തിയത്. കരുനാഗപ്പള്ളി ഒരു വ്യത്യസ്തമായ രീതിയിലാണ് അല്ലേ ചെയ്തത്? നമ്മൾ സ്വന്തം ഓൺ ബിൽഡിംഗാണ്, ഒരു ലാൻഡ് ലീസിൻ്റെ അടുത്താണ് ചെയ്തത്. കരുനാഗപ്പള്ളിയിൽ ഒരു തരംഗമായിട്ടായിരുന്നു ഡിമോസ് വന്നത്. കരുനാഗപ്പള്ളി നന്നായിരിക്കട്ടെ ക്യാപ്ഷൻ കൊണ്ടാണ് ഞങ്ങൾ. അത് വലിയ രീതിയിൽ അവിടെ പിന്നെ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു സ്വാധീനം നേടി. ആ സമയത്താണ് നമ്മളൊരു ബഡ്ജറ്റ് ഇ-കോം എന്ന് പറഞ്ഞ ഒരു പുതിയ കോൺസെപ്റ്റ്. ഓരോ ഷോറൂമിൻ്റെ അടുത്തൊരു ബഡ്ജറ്റ് ഷോറൂം. അപ്പോൾ എല്ലാവർക്കും അഫോർഡബിളായ പ്രൈസിന് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി 50ഓളം ബഡ്ജറ്റ് ഷോറൂം തുടങ്ങാമെന്നുള്ള പ്ലാനിൽ നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ എല്ലാ ഭാഗത്തും ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു പ്രീമിയം ഷോപ്പിൻ്റെ അടുത്ത് തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോറൂം തുടങ്ങിയിട്ടുണ്ട്. കൊല്ലത്ത് കരുനാഗപ്പള്ളി തുടങ്ങി, കൊട്ടാരക്കര തുടങ്ങി, ചന്ദനത്തോപ്പിൽ തുടങ്ങി, പിന്നെ വയാറ്റിങ്ങിൽ തുടങ്ങി. ഈ ബഡ്ജറ്റ് ഷോപ്പേ ഇപ്പോൾ നമ്മൾ മിക്കവാറും നമ്മുടെ ഷോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇത് നമ്മളുടെ തന്നെ ഷോപ്പാണ്. ഇത് നമ്മുടെ സെയിലിനെ അഫക്റ്റ് ചെയ്യാറുണ്ടോ? സെയിൽ സ്പ്ലിറ്റായി പോകാനോ അങ്ങനെ എന്തെങ്കിലും? അതിലെന്താ സംഭവിച്ചാൽ നമ്മൾ ഇന്ന് വണ്ടി ഒരു ആൾട്ടോ എടുത്ത ആളെ കൊണ്ട് നാളെ നമുക്ക് അതിലും വലിയൊരു വണ്ടി, ഒരു വാഹനത്തിൻ്റെ കാര്യം പറയാം, കുറച്ചുകൂടി വണ്ടി അപ്ഗ്രേഡ് ചെയ്യാമെന്ന് പറയും അല്ലേ? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ ഫർണിച്ചർ ആദ്യം നമ്മൾ ബഡ്ജറ്റ് ഇ-കോമിലൂടെ കൊണ്ടുവന്നിട്ട് അടുത്ത ഡ്രീം അവരെ സെറ്റ് ചെയ്യുക. അടുത്ത പ്രീമിയം ഇത് എൻ്റെ വീട്ടിലേക്ക് പറ്റും, എനിക്കും പയ്യും എന്നൊരു ഡ്രീം കൂടി സെറ്റ് ചെയ്യാനുള്ള ഒരു ഇതും കൂടി അതിലുണ്ട്. അപ്പോൾ അവരെ നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് നല്ല സർവീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവരെ അടുത്ത പ്രൊഡക്റ്റിലോട്ട് നമ്മൾ കൊണ്ടുപോകുക എന്നാണ്. എനിക്കത് ഒരു ചെറിയ അനുഭവം. സക്കീർക്കയുടെ ഒരു വലിയ പ്രത്യേകത ഞാൻ പലരോടും പറയാറുള്ളൊരു പേരും പറയാറുള്ളൊരു ക്യാരക്ടറാണ് നിങ്ങളുടെ. അതിൻ്റെ ഒരു റീസൺ ഉണ്ട്. നിങ്ങളുടെ ആർക്കും ഒരു കണ്ടിന്യൂസ് ആയിട്ടോ കൺസിസ്റ്റൻ്റ് ആയിട്ടോ പിണങ്ങിയിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു പിണക്കം വെക്കാൻ പറ്റില്ല. കാര്യം നിങ്ങളതിനെ അത്ര മനോഹരമായിട്ട് അതിനെ ഡിസോൾവ് ചെയ്യുന്നു എന്നുള്ളത് എൻ്റെ പേഴ്സണൽ അനുഭവമാണ്. എനിക്കൊന്ന് സുനീറിന് അത് ഉണ്ടായിട്ടുണ്ടാവും. എങ്ങനെയാണ് നിങ്ങളിങ്ങനെ ഒരാളോട് അത് സീരിയസ്ലി അതൊരു ചോദ്യം എന്നുള്ളതല്ല, എനിക്ക് പഠിക്കാനും കൂടെ ചോദിക്കുകയാണ്, എനിക്കൊരു അറിയാനും കൂടെയാണ്. കാര്യം മനുഷ്യൻ പല രീതിയിലാണ്. അവൻ ഈഗോയിസ്റ്റിക്
ആണ്, അവൻ ഇമോഷണലാണ്, അവൻ ഹാർഡായിരിക്കും, സോഫ്റ്റ് ആയിരിക്കും, ഒക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ എന്താ പറയുന്നത്, നിങ്ങളോട് ഒരിക്കലും പിണങ്ങാൻ പറ്റത്തില്ല. ഞാൻ ഒരുപാട് ആൾക്കാരോട് ഒരു മാതൃക പോലെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ചോദിക്കുന്നത്, എങ്ങനെയാണ് ഇങ്ങനെ സാധിക്കുന്നത്? അതെ, നമ്മളെ ഞാൻ ഭയങ്കര ദേഷ്യക്കാരനാണ്. ഓ, വലിയ ദേഷ്യക്കാരനാണ്. പക്ഷേ എനിക്ക് ഒരാളോട് ദേഷ്യപ്പെട്ടാൽ എൻ്റെ തെറ്റല്ലെങ്കിലും ഞാൻ അവരോട് മാപ്പ് ചോദിക്കും. നല്ലൊരു ക്വാളിറ്റിയാണ്. കാരണം വെച്ചാൽ അത് തെറ്റാണെന്നുണ്ടെങ്കിൽ അത് മാപ്പ് ചോദിക്കും. അത് നമ്മുടെ അത് തന്നെയാണ് നമ്മുടെ ഇങ്ങനെ ഈ ഒരു ഇതിലേക്ക്, പ്രത്യേകിച്ചും ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ അല്ലേ, അതൊരു സ്ഥായി ഒരു ശത്രു ഇല്ല. ഇപ്പോഴൊക്കെ കുറേ മാറി. അപ്പം എന്നാലും നമ്മളൊരു നേച്ചർ എന്തായാലും പുറത്തേക്ക് വരുമല്ലോ. ഇതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്തിട്ടൊരു ചോദിക്കട്ടെ. ഇപ്പം മലപ്പുറത്ത് നിന്ന് വന്നിട്ട് കൊല്ലത്ത് വലിയൊരു ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയ ഒരാളോട് സ്വാഭാവികമായിട്ടും ഒരുപാട് ശത്രുക്കളുണ്ടാവും, ഒരുപാടുണ്ടാവും. അപ്പം അവരൊക്കെ ഒരു ഒതുക്കലിന് ശ്രമിച്ചിട്ടുണ്ടോ? ഫീൽ ചെയ്തിട്ടില്ല? അല്ല, അങ്ങനെ എനിക്ക് തോന്നുന്നത് തികച്ചും പ്രൊഫഷണലായിട്ട് തന്നെയാണ് എല്ലാവരും കണ്ടിരിക്കുന്നത്. ഒരിക്കലും, കാരണം നമ്മൾ ഫർണിച്ചർ മേഖല ഒരുപാട് ഇവിടെ പേര് ബിസിനസ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഒരു സ്പേസ് കൊല്ലം ജില്ലയിലുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള മത്സരങ്ങൾ നമ്മളെപ്പോഴും പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ കൂടുതൽ നല്ല പ്രൊഡക്റ്റ് കസ്റ്റമർക്ക് എത്തിക്കാൻ പറ്റും, നല്ല നല്ല മോഡൽസ് നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അപ്ഡേഷൻ ഉണ്ടാവില്ല. നമ്മൾ ഒരു മത്സര ബുദ്ധിയോട് കൂടി തന്നെയാണ് ചെയ്യുന്നത്. ആരോഗ്യപരമായിട്ടാണ് നമ്മളൊരിക്കലും ഒരു ബ്രാൻഡിനെ ഇടിച്ചു താത്താനോ അല്ലെങ്കിൽ ഇതാകാൻ, നമ്മൾ സമയത്ത് ഞങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിനെ കുറിച്ചാണ് നമുക്ക് മാത്രം പറയാം. അല്ല, ഞാൻ എപ്പോഴും എൻ്റെ ഷോറൂമിലെ സ്റ്റാഫിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മറ്റ് ബ്രാൻഡിനെ ഒരിക്കലും മോശമാക്കിയിട്ടോ അവരെ ഇടിച്ചു താഴ്ത്തിയോ പറയാൻ പാടില്ല. നമ്മളെക്കുറിച്ച് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും അതാണ് പറയുക. അപ്പോൾ നമ്മൾ കരുനാഗപ്പള്ളി തുടങ്ങി, അതിനുശേഷം നമ്മൾ കരുനാഗപ്പള്ളി തുടങ്ങി, അവിടെ ബഡ്ജറ്റ് ഷോറൂം തുടങ്ങി, പിന്നെ ഭരണിക്കാവിൽ തുടങ്ങി. അതിനുശേഷം നമ്മളിപ്പോൾ കല്ലമ്പലത്ത്, ഏറ്റവും റീസെന്റ് കല്ലമ്പലം. പിന്നെ നോർത്ത് സൈഡിൽ നമുക്ക് എത്ര ഷോപ്പുണ്ട് ഇപ്പോൾ? നോർത്ത് നമുക്കിപ്പോൾ ഇവിടെ പിന്നെ കാലിക്കറ്റും അതുപോലെ തന്നെ കൊണ്ടോട്ടിയും ഷോറൂമുണ്ട്. അവിടെയും ബഡ്ജറ്റും എല്ലാം ഉണ്ട്. ഈ പലപ്പോഴും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് നമ്മളൊരു പർട്ടിക്കുലർ ഒരു ഏരിയയിലായിരിക്കുമല്ലോ അത് ചെയ്യുക. അപ്പോൾ ഈ ഓഫറുകളൊക്കെ പറയുന്ന സമയത്ത് ഇത് അവിടെ ഡെലിവറി ഉണ്ടോ ഇവിടെ ഡെലിവറി ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ കൃത്യമായിട്ട് നമുക്കും അറിയില്ല ഇത് കേരളത്തിൽ എവിടെയൊക്കെ 14 ഷോപ്പ് ഉണ്ടെന്ന് അറിയാം, ഇത് ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലാണെന്ന് അറിയില്ല. ജസ്റ്റ് അതുകൂടെ നമുക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും നമുക്ക് ഡെലിവറി എന്ന് പറയുന്നത് നമുക്കൊരു ക്ലബ് ചെയ്താണ് ഡെലിവറി കൊടുക്കുന്നത്. അതിപ്പോൾ ഒരു ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ ഏരിയ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ വണ്ടി മലപ്പുറത്ത് നിന്ന് എല്ലാ ദിവസവും 2 വണ്ടി ഡെയിലി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാ ദിവസവും. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ എറണാകുളത്ത് ഇങ്ങനെ പോകുന്ന ആ വണ്ടി ഇരട്ടമണ്ട വയലിൽ കയറ്റി വിടും. അതല്ലാന്നുണ്ടെങ്കിൽ മറ്റ് ക്ലബ് ചെയ്ത് കയറ്റി വിടും. ചില ആൾക്കാർക്ക് അത്യാവശ്യം അവർ പിന്നെ നമ്മളൊരു ഫ്യൂൽ എക്സ്പെൻസ് ഒക്കെ വാങ്ങിയിട്ട് കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഉള്ളത്. ഇപ്പോൾ നമ്മുടെ ചെമ്മന്നൂർ ജ്വല്ലറീൻ്റെ ഒക്കെ വർക്കുകളൊക്കെ ഞങ്ങളാണ് ആദ്യം പിന്നെ കുറേ വർക്കുകൾ കിട്ടിയിട്ടുണ്ട്. കോയമ്പത്തൂർ ഷോറൂം ഇതൊക്കെ അവർ നന്നായിട്ട് നമ്മളെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ അവർക്കൊക്കെ അവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് സാധനം. അപ്പോൾ നമുക്കിപ്പോൾ കേരളത്തിൽ മൊത്തം എത്ര ഷോറൂം ഉണ്ട്, അത് എവിടെയൊക്കെയാണെന്ന്? അതായത് ഇപ്പോൾ നമ്മുടെ ചന്ദനത്തോപ്പിൽ നമുക്ക് 3 ഷോറൂം ഉള്ളത്. കൊല്ലം ജില്ല. അതെന്തൊക്കെയാണെന്ന് ഡിഫറൻഷ്യേറ്റ്? അതായത് ചന്ദനത്തോപ്പിലെ ഷോറൂം എന്ന് പറയുന്നത് മെയിനായിട്ടുള്ള ഒരു ഷോറൂം എന്ന് പറയുന്നത് ആദ്യത്തെ ഷോറൂമാണ്. തൊട്ടപ്പുറത്ത് ഉഡ്കാസ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ബ്രാൻഡിൻ്റെ നമ്മുടെ ബ്രാൻഡിന് അതിൽ കുറച്ച് പ്രീമിയം ഇതുള്ളത്. അപ്പുറത്തൊരു ബഡ്ജറ്റ് ഷോറൂം, അങ്ങനെ 3 എണ്ണം അവിടെ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് പയ്യാറ്റുങ്കിൽ 2 ബിൽഡിംഗ് ഉണ്ട്. ഒന്ന് ഒരു കുറച്ച് പ്രീമിയം അല്ലെങ്കിൽ മീഡിയം, പിന്നെ ഒരു ബഡ്ജറ്റ്. അപ്പോൾ അടുത്ത അപ്കമിങ് ഷോറൂംസ് എവിടെയൊക്കെയാണ്? തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ കല്ലമ്പലത്ത് തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോറൂം ഇല്ല. അടുത്ത പരിപാടി നമ്മുടെ അടുത്ത ഷോറൂം എന്ന് പറയുന്നത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ ടൗണിലൊരു വലിയൊരു ഷോറൂമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ ഏകദേശം അതിൻ്റെ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ തിരുവല്ലയിൽ ഒരു ഷോറൂം പ്ലാൻ ചെയ്യുന്നു. തിരുവല്ല നിങ്ങൾ ഇടണം സീരിയസ്ലി. കാര്യം ഒരു ഭയങ്കര അത്രയും ആൾക്കാർ വീട്ടിൽ താമസം ഇല്ലാത്ത, അതേസമയം ഭയങ്കരമായിട്ട് ആൾക്കാർ ബഡ്ജറ്റ് നോക്കാതെ പർച്ചേസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് തിരുവല്ല. അതുപോലെ തന്നെ നമ്മൾ ഇന്റീരിയർ സെക്ഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, നേരത്തെ ചെയ്തിരുന്നു. ഇപ്പോൾ അതിനൊരു ടീമാക്കി. ഇപ്പോൾ അതിൻ്റെ പേര് ഡിമോസ് എന്നാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ഒരു ബ്രാൻഡ് ഇതും കൂടി വരും. പക്ഷേ അതിൻ്റെ ഒരു ടീം ഇപ്പോൾ കോർപ്പറേറ്റ് ഓഫീസിലാണ് ഇപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ നടക്കുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ല എൻക്വയറി ഉണ്ട്. നല്ല പ്രൈസും നല്ല പ്രൊഡക്റ്റും കൊടുക്കാന്നുള്ള ഇതിലാണ് നമ്മൾ അത് ഉദ്ദേശം സ്റ്റാർട്ട് ചെയ്തത്. ടീമായിപ്പോൾ അതുപോലെ നമ്മൾ ആദ്യ കാലത്തെ കാര്യം പറയുമ്പം വിട്ടുപോയൊരു കാര്യമുണ്ട്. എൻ്റെ അടുത്ത് പലവട്ടം പറയും, നമ്മുടെ ഫാക്ടറി സീസണിങ് ഒക്കെ ചെയ്യുന്ന, അതായത് ഞങ്ങൾ ആദ്യമായിട്ട് ഈ സീസൺ എന്ന് പറഞ്ഞ സംഭവം വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതായത് ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് സംഭവം. അതായത് ഈ അന്നത്തെ മൻമോഹൻ സിംഗ് ഭരണകാലത്ത് നമ്മുടെ ഇമ്പോർട്ട് ചെയ്യുന്ന ഫർണിച്ചറുകൾ വരുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഫർണിച്ചറുകൾ വിൽക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഇത് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ
നമ്മുടെ നാട്ടിലുള്ള ചെറുകിട യൂണിറ്റുകളെ സംയോജിപ്പിച്ചുകൊണ്ട് അവർക്ക് പിന്നെ ഒരു ട്രെയിനിങ്ങും അവർക്കൊരു CFC എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി, CFC എന്ന് പറഞ്ഞാൽ കോമൺ ഫെസിലിറ്റി സെൻ്റർ എന്ന് എൻ്റെ അർത്ഥം. ഓക്കെ ഓക്കെ. അപ്പോൾ വലിയ വലിയ മെഷീനുകൾ ഒരു യൂണിറ്റിന് വാങ്ങാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ചെറുകിട യൂണിറ്റ് എല്ലാവരും കോത്തിണക്കിക്കൊണ്ട് ഒരു യൂണിറ്റ് ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി കൊടുക്കുക എന്നുള്ളതിൽ വെള്ളനാട് വുഡ് കൺസോർഷ്യം എന്ന് പറഞ്ഞൊരു കൺസോർഷ്യൻ്റെ അതിൻ്റെ ഡയറക്ടറാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ആണ് ഞങ്ങളൊരു പദ്ധതി, അതായത് അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് കുറേ ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള പഠിത്തത്തിന് വേണ്ടിയിട്ട്. ആദ്യം ഞങ്ങൾ ബാംബു ചെയ്തിട്ട് ചെയ്യാമെന്ന് കരുതിയിരുന്നു. അങ്ങനെ ബാംഗ്ലൂർ ബാംബു കോർപ്പറേഷനിലൊക്കെ പോയിട്ട് അവിടെ കുറേ ട്രെയിനിങ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മുടെ ഫോറസ്റ്റ് റിസർച്ച് സെൻ്ററിലെ പീച്ചിലുള്ള റിസർച്ച് സെൻ്റർ ഉണ്ട്, അവിടെ ദാമോദരൻ എന്ന് പറഞ്ഞിട്ടൊരു സയൻറ്റിസ്റ്റ് ഉണ്ട്, വുഡിന് സയൻറ്റിസ്റ്റ് ഉണ്ട്. അവിടെ പോയിട്ട് ഞങ്ങൾ ട്രെയിനിങ് എടുത്തു. ഈ മരം എങ്ങനെ പ്രോസസ്സിങ് ചെയ്യാം, എങ്ങനെയാണ് ഏതൊക്കെ മരങ്ങൾ ട്രീറ്റ് ചെയ്ത് ഉപയോഗിക്കാം, പിന്നെ മോയ്സ്ചർ എങ്ങനെ ഒഴിവാക്കാം, ഏതൊക്കെ മരം ട്രീറ്റ് ചെയ്യാൻ പറ്റും, എത്ര സമയം കൊണ്ട് ട്രീറ്റ് ചെയ്യണം, അതൊക്കെ അവിടെ നിന്ന് ഒരു ട്രെയിനിങ് കിട്ടി ഞങ്ങൾക്ക്. ഈ കിലൻ ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് അല്ലേ? അതെ. അപ്പോൾ ആ ട്രെയിനിങ് അടിസ്ഥാനത്തിലാണ് പിന്നീട് നമുക്കത് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടെന്ന് ഗവൺമെൻറ് അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പദ്ധതി അവതരിപ്പിക്കാൻ തുടങ്ങിയത്. അതാണ് നമ്മുടെ മാസ്റ്റർ കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ. അവിടെ എന്താണെന്ന് പ്രത്യേകത എന്ന് വെച്ചാൽ മരം വരുന്നു, സോയിങ് ചെയ്യുന്നു, അതിനെ ട്രീറ്റ് ചെയ്യുന്നു. ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ വെറും കെമിക്കലല്ല, ഇക്കോ ഫ്രണ്ട്ലി ആയ ബോറിക് ആസിഡൊക്കെ വെച്ചിട്ട് നമ്മൾ മുറിക്കൊക്കെ ഉപയോഗിക്കുന്നത് വെച്ചിട്ട് ഒരു 3 മണിക്കൂർ ഒരു പിന്നെ ക്യാപ്സ്യൂളിൻ്റെ അകത്ത് കയറ്റിയിട്ട് ഒരു ഏകദേശം 100 കുബിക് മരം ഒരു ഒറ്റ ക്യാപ്സ്യൂളിൽ പോകും. അതിനകത്ത് കയറി വാക്യൂം അത് 3 മണിക്കൂർ പ്രഷർ ചെയ്തിട്ട്, അതായത് അതിൻ്റെ ശിശിരങ്ങൾ അടയുന്നവരെ അത് ഈ സാധനം പ്രഷർ ചെയ്തിട്ട് വാക്യൂം ചെയ്ത് പുറത്തേക്ക് എടുത്തിട്ടാണ് നമ്മൾ കിലേൻ്റെ അകത്ത് കയറ്റുന്നത്. അപ്പോഴത്തിന് ഏകദേശം ഇതിനകത്തേക്ക് ഇതായി ഉണ്ടാവും. അങ്ങനെ റബ്ബൂട്ടും ചെയ്യാൻ പറ്റും. റബ്ബൂട്ട് ചെയ്യണമെങ്കിൽ ഏകദേശം 48 മണിക്കൂറിനുള്ളിൽ ചെയ്യണം. റബ്ബൂട്ട് പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ ഒരു പ്രോസസ്സ് ചെയ്തില്ലെങ്കിൽ അതിനകത്തേക്ക് ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അകത്തേക്ക് കയറില്ല. അപ്പോൾ അങ്ങനെ അത് പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ ഈ പറയുന്ന ഈ 18 ദിവസമോ 16 ദിവസമോ കിലേൻ്റെ അകത്ത് കയറ്റും. കിലെന്ന് പറയുന്നത് ഒരു 500 CFT മരം കയറുന്ന ഒരു കിലാണ്. അങ്ങനത്തെ 4 കിലാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ 500 CFT മരം അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അതൊരു 15 ദിവസം അതിനകത്ത് 50-60 ഡിഗ്രി ചൂടിൽ അതിൻ്റെ അകത്തിരിക്കും. അത് ഹോട്ട് വാട്ടർ ജനറേറ്റർ ഉപയോഗിച്ചാൽ ചെയ്യാം. അതായത് വെള്ളം തിളപ്പിച്ച് ചൂടാക്കി അതിൻ്റെ വരുന്ന നീരാവി 60 ഡിഗ്രിയിലാക്കിയിട്ട് ഇതിലേക്ക് പ്രഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ 15 ദിവസം നമ്മൾ ഇതിനകത്ത് കയറ്റി വെച്ച് ഇത് ട്രീറ്റ് ചെയ്ത് എടുക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള മോയ്സ്ചർ എന്ന് പറയുന്നത് ഒരു 10% കൊണ്ടുവരും. കില്ലിൽ നിന്ന് മരം പുറത്തേക്ക് ഇറക്കുന്നു. പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഈ മരം എന്ന് പറയുന്നത് നല്ല രീതിയിൽ അതിൻ്റെ ക്വാളിറ്റി മാറി, അതായത് അതിന് യൂറബിലിറ്റി കൂടി, അതിന് പിന്നെ അത് പിന്നെ പൊട്ടാനോ പൊളിയാനോ സാധ്യത വളരെ കുറവാണ്. ആ മരമാണ് നമ്മൾ ഫർണിച്ചറിനായിട്ട് ഉപയോഗിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ വില കുറച്ച് കൊടുക്കുന്ന ചില ഫർണിച്ചറും മറ്റും കൂടിയുള്ള വ്യത്യാസം. ഓക്കെ. അപ്പം എന്തുകൊണ്ട് സക്കീർക്കായ ഇവിടെ കൊണ്ടുവന്നു എന്നൊരു ചോദ്യം വരും അല്ലേ? അത് മാത്രമല്ല, ഫാമിലിയെക്കുറിച്ച് നമ്മൾ ചോദിച്ചിട്ടില്ല. പ്രധാനപ്പെട്ട സംഗതി സക്കീർക്കായ എന്ത് ഇത് വന്നു എന്ന് പറഞ്ഞാൽ ശരി, ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നിക്കഴിഞ്ഞാൽ, എനിക്ക് എന്തെങ്കിലും പ്രയാസം തോന്നിക്കഴിഞ്ഞാലും സത്യം പറഞ്ഞാൽ എനിക്ക് അന്ന് രാത്രിയിലത്തെ എൻ്റെ ഉറക്കം വരെ എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഭാര്യ, മക്കൾ, അമ്മ, അച്ഛൻ. കഴിഞ്ഞ ദിവസത്തോടെ സക്കീർക്കട വരുന്നതിന് മുമ്പ് അമ്മയുടെ ഇതിൻ്റെ പേരിലാണ് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. ഫാമിലി എങ്ങനെയായിരുന്നു? ഇതൊക്കെ തുടങ്ങുമ്പോൾ ഇതിനൊക്കെ ബേസ് ആയിട്ടൊരു ഫാമിലി ഉണ്ടാവണമല്ലോ. നീ ചെയ്തോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഊർജ്ജം തരുന്നത് അവരാണ്, ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ഒരു വാർണിംഗ് തരുന്നത് അവരാണ്. പറയും. ഫാമിലിന് സപ്പോർട്ട് നന്നായിട്ടുണ്ടായിരുന്നു. കാരണം അവരൊരുപാട്, കാരണം എന്നെ അധികം കിട്ടില്ല. കാരണം കൊല്ലത്ത് കുറച്ച് ദിവസം കൊല്ലത്തായിരിക്കും, അവിടെ ആയിരിക്കും. പിന്നെ അങ്ങനെ നമ്മൾ ഓട്ടത്തിലല്ലേ, പക്ഷെ എന്നാലും ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവരെ ഒരു ഇത് തന്നെയാണ് നമുക്ക് ഇത്രയധികം ഒരു വിജയത്തിലെത്താൻ സാധിച്ചത്. ഫാമിലി എന്ന് പറയുന്നത് വൈഫ് ഹൗസ് വൈഫാണ്, 3 മക്കളാണ്. മൂത്ത മകനാണ്, 2 പെൺകുട്ടികളാണ്. രണ്ടാമത്തെ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ ഒരു പിന്നെ വല്ലിപ്പായി. പക്ഷേ സക്കീർക്കായെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇനോഗ്രേഷൻ ടൈമിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് സക്കീർക്ക ഈ ഫോട്ടോടെ പറയുകയാണ്. ഇപ്പൊ 10 മണിക്ക് പരിപാടി 2 മണി വരെ സക്കീർക്ക എനർജറ്റിക് ആയിട്ട് നമ്മുടെ നേരത്തെ പറഞ്ഞ പാർട്ണർ ബഷീർക്ക് പറയാണ് 19-18 വയസ്സായി എപ്പോഴും ക്യാമറ പറഞ്ഞിങ്ങനെ ഓടി നടക്കും. അല്ല, അവിടെ GP ബ്രാൻഡ് അംബാസഡർ അല്ല, GP എനർജറ്റിക് ആയിട്ട് സക്കീർക്ക
ഓക്കെ, ചെറിയ മോളിപ്പോൾ BBA പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ആളല്ലേ? അല്ല, മക്കള് ആരെങ്കിലും ഇതിൽ ബിസിനസ്സിൽ അതെ, മകൻ, മൂത്ത മകൻ അവൻ CA കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവപ്പോൾ നമ്മുടെ ഷോപ്പിലുണ്ട്, അക്കൗണ്ട്സിൽ നോക്കുന്നുണ്ട്. ആളുടെ പേരൂടെ പറഞ്ഞോട്ടെ. ദിൽഷാദ് നമ്മുടെ ഒപ്പം ഉണ്ട്, നമ്മളൊപ്പം തന്നെ ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ പാർട്ട്ണർ 2 മക്കൾ, അതായത് ബഷീർ, നവീദ്. അവർ 3 പേർക്ക് 3 ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഒരാൾ ഫിനാൻസ്, ഒരാൾ മാർക്കറ്റിംഗ്, ഒരാൾ സെയിൽസ്. അപ്പോൾ അവരൊക്കെ നമ്മുടെ കൂടെ തന്നെ കട്ടക്കുണ്ട്. ഇപ്പം എനിക്കൊന്ന് അടുത്ത ലെവലിലേക്കൊരു ചേഞ്ചിലേക്ക് വരികയാണല്ലേ ഡിമോസ്? നമ്മൾ ഡിമോസ് അടുത്ത ലെവലിലേക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ പുതിയ പുതിയ മത്സരങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ പ്രോഡക്റ്റുകൾ കസ്റ്റമേഴ്സിന് എത്തിക്കണം. ഏറ്റവും പുതിയ ന്യൂജൻ പ്രോഡക്റ്റുകൾ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോപ്പറേറ്റീവ് ഓഫീസ് എന്ന് പറഞ്ഞൊരു ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. എവിടെയാണോ? അത് ചന്ദനത്തോപ്പിലെ ബിൽഡിങ്ങിൽ തന്നെയാണ് ചെയ്യുന്നത്. അവിടുന്ന് എല്ലാം നമ്മുടെ അക്കൗണ്ട്സ് അടക്കം, പർച്ചേസിങ് അടക്കം എല്ലാം അവിടെ നിന്നാണ്, മാർക്കറ്റിംഗ് എല്ലാം അവിടെ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിംഗ് എല്ലാം ഇൻ ഹൗസിൽ തന്നെ ആക്കുകയാണ് ഇപ്പോൾ. സക്കീർക്ക്, ഇപ്പം പുതിയൊരു ട്രെൻഡ് കണ്ടുവരുന്നത് വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ടഡ് ഫർണിച്ചറുകൾ നമ്മൾ തന്നെ ഒരുപാട് മലയാളികൾ അവിടെ നിന്നിട്ട് ചെയ്യുന്നുണ്ട്. അവർ വഴി ത്രൂ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യത്തെ നമ്മളെങ്ങനെയാണ് നോക്കി കാണുക? ഇപ്പോൾ ഇമ്പോർട്ടഡ് എന്ന് പറയുന്നത് ഒരു 10 വർഷം മുമ്പ് വരെ നന്നായിട്ടുണ്ടായിരുന്നു, വളരെ കുറഞ്ഞു പോയി. കാരണം ഇപ്പോൾ നമ്മൾ ആ പ്രൊഡക്റ്റ് നോളജ് നേടിക്കഴിഞ്ഞു. അതായത് ഇമ്പോർട്ട് ചെയ്ത പ്രൊഡക്റ്റുകൾ എങ്ങനെ പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ള ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പല കമ്പനികൾക്കും അത് ആ ഒരു ത്രെഡ് കിട്ടിയിട്ടുണ്ട്, ആ ഒരു ലെവലിലേക്ക് മാറി. അപ്പോൾ അതൊരു നല്ലൊരു നോളജാണുള്ളത്. അതായത് അറിവ് കിട്ടുക എന്ന് പറയുന്നത് പുതിയ പ്രൊഡക്റ്റ് വരുമ്പോഴും. എന്നാലും ഞങ്ങൾ ഇടയ്ക്ക് പല എക്സ്പോയിലും വിസിറ്റ് ചെയ്യാറുണ്ട്. മലേഷ്യ പോലെ, ഇന്തോനേഷ്യ, അവിടെയൊക്കെ പോയിട്ട് എന്തൊക്കെ അപ്കമിങ് ആയ പ്രൊഡക്റ്റുകൾ എന്നെല്ലാം നമ്മൾ റിസർച്ച് ചെയ്യാറുണ്ട്. അത് നമ്മുടെ ബ്രാൻഡിലും നമ്മൾ മാറ്റം വരുത്തുന്നുണ്ട് അല്ലേ? ഇപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരുടെ അടുക്കൽ ഡിമോസ് ഫർണിച്ചറിന് അല്ലെങ്കിൽ അതിൻ്റെ MDക്ക് എന്താണ് പറയാനുള്ളത്? ഒന്നുകൂടെ ആഡ് ചെയ്യാം ആ കൂട്ടത്തിൽ. പ്രേക്ഷകരെടുക്കാൻ മാത്രമല്ല, പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കും എന്താണ് പറയാനായിട്ടുള്ളത്? അവരിലോട്ടും കാര്യം, കേരളം ഭയങ്കര ബുദ്ധിമുട്ടേറിയ സ്ഥലമാണെന്ന് പറയുന്നത് കച്ചവടം ചെയ്യാനായിട്ട്. അതിൻ്റെയൊക്കെ വെച്ച് പറഞ്ഞു. അത് എനിക്ക് കസ്റ്റമേഴ്സിനോട് പറയാനുള്ളത്, ഞങ്ങളെ ഫർണിച്ചർ വേറിട്ട് കാണും, ഞങ്ങൾ ഫർണിച്ചർ വേറിട്ട് അനുഭവിക്കാനും. അത്രേ ഉള്ളൂ, ഒറ്റ നൈസായിട്ട്. അധികം ഡയലോഗുകളൊന്നും ഇല്ല. അപ്പോൾ അജയ് ചോദിച്ചൊരു ചോദ്യം കൂടെ ഉണ്ട്. നമുക്ക് ഈ ഒരു ഫീൽഡിലേക്കൊക്കെ കടന്നു വരുന്ന പുതിയ യങ് ആയിട്ടുള്ള ആളുകൾക്ക് ഇക്കാടെ ഒരു എക്സ്പീരിയൻസിൽ കൊടുക്കാനുള്ള ഒരു ഉപദേശം. അത് ഫർണിച്ചറിനില്ല കേട്ടോ, ബിസിനസ്സിലോട്ട് വരുന്ന ആൾക്കാർ, യുവതലമുറ. അതായത് നമ്മൾ പല ആൾക്കാരും ബിസിനസ്സിനെ കുറിച്ചിട്ട് കാര്യമായി പഠിക്കാതെയാണ് വരുന്നത്. നമ്മൾ ബിസിനസ് വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഡിമാൻഡ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ അതിനെക്കുറിച്ച് പഠിക്കുക. അത് റിസർച്ച് ചെയ്യണം. കാരണം മുമ്പത്തെ പോലല്ല, എന്ന് പറയുന്ന ഒരു ജോയിൻറ്റ് വെഞ്ചറൊക്കെ അല്ലാതെ നമുക്കൊന്നൊരു ബിസിനസ് വിജയിക്കാൻ കഴിയില്ല. ഇൻഡിവിജ്വലായിട്ട് വളരെ പ്രയാസപ്പെട്ട ബിസിനസ് വിജയിക്കാൻ കഴിയില്ല. കാരണം അത്രത്തോളം മാർക്കറ്റിൽ മത്സരമുണ്ട്, അത്രത്തോളം കസ്റ്റമേഴ്സ് അതിനെക്കുറിച്ചിട്ട് വിവരമുണ്ട്. നമ്മളെക്കാൾ വിവരം കസ്റ്റമേഴ്സിനുണ്ട്. അവരാണ് തീരുമാനിക്കുന്നത് ഏത് ഡിസൈൻ വേണമെന്ന്. പണ്ട് നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് അവർ കൊണ്ടുപോകുന്നുള്ള. ഇന്നതല്ല, കസ്റ്റമേഴ്സ് നമ്മളെക്കാൾ നോളജ് ഉണ്ട്. അതൊന്ന്. രണ്ടാമത്തേത് സത്യസന്ധമായി ബിസിനസ് ചെയ്യുക. അതൊരു പ്രധാന ഘടകമാണ്. കാരണം എന്താ വെച്ചാൽ ഒരു കളവ് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈമിൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ ലോങ് ടൈമിൽ ഒരിക്കലും നമുക്ക് കൺവിൻസ് ചെയ്യാൻ കഴിയില്ല. അത് പിന്നീട് നമ്മുടെ വളർച്ചയ്ക്ക് അതിന് ബുദ്ധിമുട്ട് വരും. പിന്നെ മറ്റൊന്ന്, നമ്മുടെ സർക്കാർ പല കച്ചവടം കണ്ടിട്ട് നമ്മുടെ സർക്കാരിൻ്റെ പ്രധാന വരുമാനം GST നിന്ന് കിട്ടുന്ന വരുമാനം. ആ ഭരണം കൊണ്ടാണ് സർക്കാരിനോട് പല സർക്കാരും നമുക്ക് എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ വേറൊരു വരുമാനം നമ്മുടെ സർക്കാരിനില്ല. GST അടച്ച് കച്ചവടം ചെയ്യുക. GST എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം അതാണ് നമ്മളെ പ്രധാനപ്പെട്ടത്. നമ്മൾ അത് വെട്ടിച്ച് കച്ചവടം ചെയ്യും, വില കുറച്ച് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കിട്ടാതെ വരികയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കുക. ഈ പറയുന്ന സത്യസന്ധമായി ചെയ്യുക, അതിനെക്കുറിച്ച് പഠിക്കുക. ഇനി ഒരുപാട് പേർക്ക്, പല ആൾക്കാരും വിദേശത്തൊക്കെ ജോലി തേടി പോകാറുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് സ്വന്തം നാട്ടിൽ നമ്മളൊരു ബിസിനസ് ചെയ്യുക, അവിടെ കുറേ പേർക്ക് ജോലി കൊടുക്കുക, അവർക്ക് ഇതുപോലത്തെ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുക. അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനും അതിൻ്റെ ഒരു ഇതും നമ്മൾ അമേരിക്കയിലോ അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ പോയിട്ട് സെറ്റിൽമെൻറ്റ് ചെയ്ത് ജോലി കിട്ടുന്നതിന് അപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് പലതും ചെയ്യാൻ പറ്റും. ഇന്ന് റിസ്ക് എടുക്കാൻ തയ്യാറാണോ എല്ലാവരും?
ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇത്രയും പേരെ തിരിച്ചയക്കുന്നു, വളരെ വളരെ മോശപ്പെട്ട രീതിയിൽ എന്തിനാ അങ്ങോട്ട് പോകുന്നു? നമ്മുടെ നാട്ടിൽ നന്നായിട്ട് അധ്വാനിക്കാൻ പറ്റുന്നവർക്ക് ഇവിടെ നല്ല ചാൻസ് ഉണ്ട്, നല്ല സ്പേസ് ഉണ്ട്, സ്പേസ് ഉണ്ട്. നമ്മൾ ഷോർട്ട് ടൈം പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരുപാട് യുവാക്കൾ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. നമ്മുടെ യുവത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ നമുക്ക് നല്ല സ്പേസ് ഉണ്ട്. നമ്മുടെ രാജ്യത്ത് നിന്ന് നമ്മുടെ നാടിനെ വികസിപ്പിച്ചെടുക്കാനാണ് നോക്കേണ്ടത്. ശരിയാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്, പാർട്ട്നേഴ്സിൻ്റെ മക്കൾ രണ്ടുപേരും, 3 പേരിൽ 2 പേരും കൂടത്തിലുണ്ട്. ചെറിയ കാര്യമല്ല. എപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ പറഞ്ഞുകൊണ്ട് പറയാണ്, കനിവെന്ന് പറഞ്ഞിട്ടുള്ള, നമ്മളിടയ്ക്ക് പറഞ്ഞാണ് കനിവെന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയ ഒരു സംരംഭം പ്രത്യാശ. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ വയനാടിൻ്റെ ആ ഒരു ഭാഗമായിട്ട് അത്രയൊരു വലിയ ഫർണിച്ചർ കൊടുത്തൊരു സംഗതി, പിന്നെ ചികിത്സാ സഹായങ്ങൾ അത് റെഗുലറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ. ചിലത് അങ്ങനെയാണ്, ചിലത് ദൈവം നമ്മുടെ മുന്നിൽ വന്നൊന്നും പ്രത്യക്ഷപ്പെട്ട് തരില്ല, അല്ലെ കൈക്കൊണ്ട് തരില്ല എന്ന് പറഞ്ഞാൽ നിയോഗിക്കപ്പെടുകയാണ്. അത് സത്യമാണ്. അതായത് നമ്മുടെ ഫാമിലിയായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരെ നമ്മളെക്കൊണ്ട് പറ്റുന്ന, അണ്ണാരക്കണ്ണനും തന്നാലായെന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ, നമുക്ക് പറ്റുന്നത് നമ്മൾ ചെയ്യുക. അത് നമുക്കിപ്പോൾ ഞങ്ങളെ പെരുമാറ്റമനുസരിച്ച് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പലതും നമ്മൾ പറയാറില്ല, ചിലതൊക്കെ നമ്മൾ മാർക്കറ്റ് ചെയ്യാറുണ്ട്. എന്തിനാ മാർക്കറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പലതും ചെയ്യണം. പലത് ചിലത് ചെയ്യാറില്ല, ചിലത് മാർക്കറ്റ് ചെയ്യാറില്ല. മാർക്ക് ദ ബെറ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നമ്മുടെ ആർക്കിഫൈറ്റ്സിനെ കുറിച്ചിട്ട് പറയൂ, അല്ല നമ്മളെ കുറിച്ചിട്ട് നിങ്ങളെ വായിന്നതെന്ന് കേൾക്കാനായിട്ടുള്ള. ഞാൻ പലപ്പോഴും പറയാറുള്ള, നമുക്കും പറയാറുണ്ട്, നമ്മളൊരു പ്രോജക്റ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് സക്കീർക്കയുടെ ആ ഒരു വീട് വെച്ച് കൊടുക്കുന്ന സംഗതി ഞാൻ അന്ന് സംസാരിച്ചപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞത് നമ്മൾ ചിലത് മാർക്കറ്റ് ചെയ്യുമ്പോൾ ചിലർക്ക് പ്രചോദനമാവുക തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ, ഇപ്പോൾ ഈ ഒരു സെഷനെ കുറിച്ച് സക്കീർക്കയുടെ കാര്യങ്ങളും പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. നമ്മൾ ഏത് പ്രവൃത്തിയിലും ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു ആത്മാർത്ഥം ഉണ്ടാവുള്ളൂ, അത് അകത്തുനിന്ന് വരണമല്ലോ. അപ്പോൾ നിങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബ്രാൻഡിനെ നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. അത് നമ്മളൊരു ഇൻഫർമേഷൻ തന്നിട്ടോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് അതിനോടുള്ള ഫാഷൻ അല്ലെങ്കിൽ അത് എല്ലാവരോടും എത്തിക്കാനുള്ള ഒരു വെമ്പൽ, ആത്മാർത്ഥത, അത് നിങ്ങൾ കണ്ട ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. താങ്ക് യു സോ മച്ച്. ഇതിലധികം പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. എന്നാ പറഞ്ഞാൽ ഇതിൽ ഇത്രേ ഉള്ളൂ. ഒരു ബിസിനസ് തുടങ്ങാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത് ചെറിയ കാര്യമല്ല, ആ ബിസിനസ് സക്സസ് ആക്കുക എന്നാൽ ചെറിയ കാര്യമല്ല, ആ സക്സസിൻ്റെ ആ ഓർഗാസം നിലനിർത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. അങ്ങനെ നിലനിന്ന് പോരുന്ന ഒരു ഫോമാണ് ആക്ച്വലി ഡിമോസ് ഫർണിച്ചർ. അതിൻ്റെ ഒരു ബ്രാൻഡ് തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ബ്രാൻഡിൽ അവരതിനകത്ത് അവരുടെ ഒരു ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് വലുതാണ്. ആ ക്രെഡിബിലിറ്റി നിങ്ങൾ കീപ്പപ്പ് ചെയ്യാനായിട്ട് കൊണ്ടോട്ടിയിൽ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ സക്കീർക്കോട് ഡയറക്റ്റാണ് വിളിച്ചത്. എൻ്റെ ഫസ്റ്റ് വീഡിയോ വിളിക്കുമ്പോൾ അതിൽ 100ൽ 100 പ്രോബ്ലംസ് വന്നാൽ 100ൽ 100 പരിഹരിച്ചു. ആ പരിഹരിച്ചിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് തരുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് തിങ്. അത് പ്രോബ്ലം വരിക എന്നുള്ളത് സ്വാഭാവികമാണ്, പരിഹരിക്കുക എന്നുള്ളത്. അതെ, ഇപ്പം എല്ലായിടത്തും ഒരുപാട് ഇഷ്യൂസ് വരാറുണ്ട്. ആ ഇഷ്യൂസ് പ്രോപ്പർ ടൈമിൽ, അത് ടൈമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്നൊരു ഇഷ്യൂ ഉണ്ടായിട്ട് ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞ് അല്ലേ. പിന്നെ ഏറ്റവും വലിയൊരു നമ്മുടെ സുഹൃത്ത് ബന്ധം അല്ല, നമുക്കൊരുപാട് നേട്ടങ്ങൾ ഉണ്ടാവുമല്ലോ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധങ്ങൾ, അതാണ് ദൃഢമായിട്ടുള്ള ബന്ധം. അല്ല, നമ്മളാണെങ്കിലും ശരി, നമ്മളെന്തെങ്കിലും ഒരു കാര്യത്തിന് സക്കീർക്ക ഡയറക്റ്റ് വിളിച്ച് ചോദിച്ച് ആ കാര്യം പറയാം. അതുപോലെ എൻ്റെ വീട്ടിലോട്ട് ഫർണിച്ചർ എടുത്ത സമയത്ത് ഇതൊക്കെ പറഞ്ഞ് സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകുന്നത്, അത് നോർമലി ഉള്ളൊരു സംഗതിയാണ്. ഇതിൻ്റെ മറ്റൊരു കാര്യം പറയാം സക്കീർക്ക, ഇപ്പം നിങ്ങൾ സ്റ്റാഫുകൾക്ക് ചെയ്തു കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉമ്മച്ചേച്ചിക്ക് വീട് വെച്ച് കൊടുത്തത്, ഒരുപാട് ചാരിറ്റി അറിഞ്ഞും അറിയാതെ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ, ഈ സ്റ്റാഫുകളുടെ ഒരു ആത്മാർത്ഥതയാണ് എപ്പോഴും ഒരു ഫാമിലിയുടെ വിജയം എന്ന് പറയുന്നത്. ഡിമോസിൻ്റെ ഒരു സക്സസ്ഫുൾ എന്ന് പറയുന്നത് ഞാനല്ല, സത്യം പറഞ്ഞാൽ നമ്മുടെ സ്റ്റാഫാണ്. അവരാണ് ഇതിൻ്റെ ഹീറോസുകൾ. അവരെ പ്രവർത്തനം തന്നെയാണ്, അവരെ കഠിനമായ അധ്വാനം തന്നെയാണ് ഡിമോസിൻ്റെ വളർച്ചയുടെ ഏറ്റവും വലിയ നട്ടലെന്ന് പറയുന്നത്. ഡിമോസിൻ്റെ വലിയൊരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്, ഡിമോസിൽ ഇരിക്കുന്ന സ്റ്റാഫാണോ ഓണറാണോ തിരിച്ചറിയാൻ പറ്റിയല്ല. പലപ്പോഴും വീഡിയോ വരുന്ന സക്കീർക്ക് ഇതിന്റെ ആരാണെന്ന് മിക്കവാറും പല ആൾക്കാരും അറിയില്ല. ഇത് GP ഗോപികയുടെ സ്ഥാപനമാണെന്ന് എന്ന് പറയുന്നവരുണ്ട്. ഇത് നിങ്ങളിങ്ങനെ വീഡിയോ ചെയ്ത് നിങ്ങളുടെ സ്ഥാപനമാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ആരുടേതല്ല. GP ഗോപികയൊക്കെ ഇടയ്ക്ക് പറയേ, സാധാരണ ഒരു ബ്രാൻഡ് അംബാസഡർ എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഉദ്ഘാടനം, അതുപോലെ വേണം സക്കീർക്ക എത്ര ഉദ്ഘാടനം ഞങ്ങൾ നടത്തണം എന്ന് പറഞ്ഞാൽ എത്ര സമയത്ത് വരണമെന്ന് അവരെപ്പോൾ ആണെങ്കിലും വിളിച്ചാൽ വരാൻ തയ്യാറായി. അതൊരു എഗ്രിമെൻ്റോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ അത് അവരോട് കാണിക്കുന്ന ബഹുമാനം, റെസ്പെക്റ്റ്, കുറേ വർഷമായില്ലേ. അപ്പോൾ
അല്ല അത് അങ്ങനത്തെ നിങ്ങൾക്കൊക്കെ അങ്ങനത്തെ അനുഭവം. ഇപ്പം നമ്മൾ എത്ര പ്രാവശ്യം നിങ്ങൾ പല പരിപാടിക്കും വന്നിട്ടുണ്ട്, നമ്മൾ 10 പൈസ തരാതെ നിങ്ങൾ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്. പൈസ മേടിച്ചും ചെയ്തിട്ടുണ്ട്. അത് നാം ആ സ്ഥാപനത്തിനോടും അതിനോടുള്ള ഒരു ഇതാണ്. അവിടെ ആൾക്കാർ നിങ്ങളോട് കാണിക്കുന്ന ബിഹേവിങ്, സ്റ്റാഫ് എങ്ങനെയാണ്, അതൊക്കെ ഉണ്ടാവില്ല ഒരു പരിഗണന ഉണ്ടാവും. നവേദ് സ്റ്റാഫാണെന്നാണ് വിചാരിച്ചോണ്ടിരുന്നത് ഈ കാലം അത്രയും. നവേദ് സ്റ്റാഫാണെന്ന് ഞാൻ അടുത്ത സമയത്ത് കോട്ടയത്തുള്ള ഒരു ഒരുമിച്ചുള്ള ഒരു യാത്രയിലാണ് അനുജന്റെ മകനാണെന്ന് അരുൺ പരിചയപ്പെടുത്തുന്നത്. ബഷീർക്ക് ആയാലും അവര് 3 പേരും, ബഷീർക്ക് ആയാലും ഹംസയ്ക്ക് ആയാലും പിന്നെ അതുപോലെ നവീദ്, അതുപോലെ ദിൽഷാദ്, എല്ലാരും ആ ഒരു സ്റ്റാഫുകളുടെ കൂടെ തന്നെ അതാണ് ഒരു കൊടുക്കുള്ളൂ അല്ലേ. നമ്മുടെ പിന്നെ മക്കൾക്ക് എങ്ങനെയാണോ നമ്മൾ സ്നേഹം കൊടുക്കുന്നത്, നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ആൾക്കാരെയും എങ്ങനെ റെസ്പെക്ട് ചെയ്യണം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് അവർ മറ്റുള്ളവർ ഒറ്റവാക്കി പറഞ്ഞാൽ ഒരു പന്തിയിൽ ഒരേ ഭക്ഷണം. അതെ, അതിനപ്പുറം ഒന്നും പറയണ്ടല്ലോ. പിന്നെ സ്റ്റാഫുകളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ അവരോട് അവരെ കൂടെ നിന്നാൽ തന്നെയാണ് നമുക്ക് ഇത് കിട്ടുള്ളൂ. അവർ നമ്മളെ കൂടെ നിർത്തുക, അവർക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പരിഹരിച്ചു കൊടുക്കുക. അപ്പം നമ്മളെ അങ്ങനെ അതിനെ മുതലാക്കുന്ന സ്റ്റാഫുകളുണ്ടാവും എന്ന് വെച്ചിട്ട് എല്ലാവരും നമുക്ക് അത് ഒരേ ഇതിൽ കാണാൻ പറ്റില്ല. അപ്പോൾ അതൊരു വലിയൊരു വിജയം തന്നെയാണ്. അപ്പോൾ എന്തായാലും സക്കീർക്ക വളരെ സന്തോഷം. ചെറിയൊരു സമയം ഇതിനകത്ത് പ്രധാനപ്പെട്ടൊരു സംഗതി, ഈ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു സംഗതി കൊണ്ട് എൻഫോർടൈൻമെൻറ്റ് എന്ന് പറയും, എൻ്റർടൈൻമെൻ്റ് ഉണ്ട്, ഇൻഫർമേഷൻ ഉണ്ട്. നമ്മൾ ഇതിനകത്ത് പറഞ്ഞത് ഒരു പക്ഷേ നാളെ ഒരു ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു പ്രചോദനമായേക്കാം അല്ലേ. അങ്ങനെ ആയിരിക്കട്ടെ. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കാരണം അങ്ങനെ അത്രത്തോളം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല. നിങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് പ്ലെയർമാരാണ്. ഇല്ല, ഇതിനകത്ത് എക്സ്പീരിയൻസ് അല്ല, നിങ്ങളുടെ ഒരു അനുഭവം. ശരിക്കും നമ്മളിതുവരെ നമ്മൾ പല വേദികളിൽ കണ്ടിട്ടുണ്ട്, അല്ലാതെ പേഴ്സണലി കണ്ടിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾ എന്താണെന്ന് അറിയുന്നത് ശരിക്കും അത് ഇപ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധനം ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ എന്തായാലും ഡിമോസ് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തട്ടെ, അതിൻ്റെയൊക്കെ ഒരു ഭാഗമാക്കാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. സന്തോഷം. അപ്പോൾ താങ്ക് യു സക്കീർക്ക, താങ്ക് യു സോ മച്ച്. ഓക്കെ, വി ആർ സൈനിങ് ഓഫ്. ആർക്കിഫൈ ടോക്സ്.